ഹലോ, ഞാൻ സുധീഷ്. ഞാനിവിടെ പറയുന്നത് താമരപ്പൊയ്കയിൽ താമര പറിക്കുവാൻ പോയപ്പോൾ ഉണ്ടായൊരു പ്രേതാനുഭവത്തെ പറ്റിയാണ്. ഈ കഥ കേട്ടാൽ നിങ്ങൾ വെറുതെ പറയുകയാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നത് ശരിയല്ല. ഈ കഥയിൽ നടന്ന സംഭവമാണ്. ഈ കഥയിലേക്ക് ഞാൻ പൊയ്കയിൽ എപ്പോഴും താമര പറിച്ച് എൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നത് പതിവായിരുന്നു. അങ്ങനെ അർദ്ധരാത്രി മൂത്രശങ്ക ഉണ്ടായപ്പോൾ മൂത്രപ്പുരയിൽ ചെന്ന് കാര്യം സാധിച്ചതിന് ശേഷം ഞാൻ താമരപ്പൊയ്കയിൽ താമര പറിക്കാൻ ചെന്നത്. ശക്തിയായൊരു ഇടിമുഴക്കവും മഴയും കുറുക്കന്മാരുടെ ഓരിയിടലും കേട്ടു. സമയം നോക്കിയപ്പോൾ 12:30. എന്നിട്ട് ചിലങ്കയുടെ ശബ്ദവും കേട്ടതും ഒരു വെള്ള സാരി ഉടുത്ത ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ കൂടി പാഞ്ഞുപോയി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ വന്ന് നോക്കിയപ്പോൾ ഞാൻ താമരപ്പൊയ്കയിൽ ബോധരഹിതയായി കിടക്കുന്നു. എൻ്റെ ഭാര്യ വെള്ളം തളിച്ചപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞെട്ടി ഉണർന്നു. ഞാൻ ഉടൻ തന്നെ അയൽപക്കത്തുള്ള ആൾക്കാരോട് ഈ കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് അവിടെ ഞെട്ടിക്കുന്നൊരു കാര്യം പറഞ്ഞത്. ഇവിടെ ഒരു സ്ത്രീ ഈ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനിത് കേട്ടതും എൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ക്ഷേത്രത്തിൽ പോയി പൂജാരിയോട് പറഞ്ഞതും പൂജാരി പറഞ്ഞു, കൊടും ഭീകരമായൊരു സത്വമാണ് നിൻ്റെ പിന്നിലുള്ളത്. ഭയപ്പെടണ്ട, ഈ ചരട് ധരിച്ചാൽ ഒരിക്കലും നിന്നെ ആ സത്വത്തിന്